ഹായ്, എന്നാ ഉണ്ട് വിശേഷം? ഗ്രീൻബർഗിലെത്തി ഫാം അനിമൽസിനൊക്കെ കണ്ട ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് വാട്ടർ ആക്ടിവിറ്റീസിലേക്കാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു വാട്ടർ ബോഡി ഉണ്ട്, ഇവിടെ കയാക്കിംഗ് ഉണ്ട്, ബാംബു റാഫ്റ്റിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, സിബ് ലൈൻ ഉണ്ട് കേട്ടോ. എനിക്കിതിൽ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് സിബ് ലൈൻ ആണ്. കാരണം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ആക്ടിവിറ്റി ആണ് അത്. ഞാൻ എന്തായാലും സിബ് ലൈൻ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് കയറി ആദ്യം അങ്ങോട്ടേക്കാണ് പോയത്. കൂടെ എന്റെ കസിൻസും സ്മിത ആന്റിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഈ സിബ് ലൈനിലൂടെ താഴേക്ക് പോയിട്ട് നമ്മൾ തന്നെ കൈ പിടിച്ച് വേണം മുകളിലേക്ക് കയറി വരാനായിട്ട്. ഇതൊരു ചെറിയ ടാസ്ക് തന്നെയാണ് കേട്ടോ. നല്ല വണ്ണമുള്ള ഡയറ്റ് ഒന്നും നോക്കാത്ത എന്നെ പോലെയുള്ള ആൾക്കാർക്ക് കൈ പിടിച്ച് തിരിച്ചു കയറി വരുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. പക്ഷെ ഞങ്ങൾ എല്ലാവരും എൻകറേജ് ചെയ്തുകൊണ്ട് എല്ലാ അങ്കിൾമാരും ആന്റിമാരും ഒക്കെ ഇരുന്ന് മാക്സിമം ഞങ്ങളെ ഫോഴ്സ് ചെയ്തിട്ടോ വരാനായിട്ട്. പിന്നെ ബാക്കി ഞങ്ങളെ കയറിട്ട് വലിച്ചിങ്ങെടുത്തു. പിന്നെ ഞങ്ങൾ അടുത്തതായി പോയത് ബോട്ടിങ്ങിനാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ബാംബു റാഫ്റ്റിംഗ്, അങ്ങനെ എല്ലാവരും മാറി മാറി എല്ലാം ട്രൈ ചെയ്തു. കാരണം ഇതിന് പ്രത്യേകിച്ച് ഫീസൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചില സമയത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ലഞ്ചിന് ഇവിടുത്തെ ഫുഡാണേലും ബൊഫേ ആയിരുന്നു, വളരെ നല്ലതായിരുന്നു, ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞാൻ കാര്യമായിട്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ഞങ്ങൾ ഓൾറെഡി ടയേർഡായിരുന്നു. അപ്പോൾ വേഗം ഭക്ഷണം കഴിക്കാം എന്നോർത്തിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോണിന് ചാർജും കുറവായിരുന്നു, അപ്പോൾ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, നല്ല ഫുഡായിരുന്നു കേട്ടോ ഇവിടെ. ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല, ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.